സോ നമുക്കിന്ന് ഈ ഒരു സിലബസിൽ 4 പാർട്സ് ആണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട് ബയോകെമിസ്ട്രി ഉണ്ട്, പിന്നെ പാത്തോളജി ഉണ്ട് ആൻഡ് മൈക്രോബയോളജി ഉണ്ട്. ഇത്രയുമാണ് മേജർലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രിയിൽ ആസ് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രോ പോർഷൻ ആണുള്ളത്. ഇൻട്രോ പോർഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ബേസിക്കലി എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് ആണിത്, കെമിസ്ട്രി ഇൻ ബയോമോളിക്യൂൾസ്. ഓക്കെ, സോ ബയോമോളിക്യൂൾസിലുള്ള നിങ്ങൾക്കറിയാം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്സ് ഇവരെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോ പോർഷൻ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് നോക്കുമ്പോഴും ഇതും ഒരു ഇൻട്രോ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ദാറ്റ് ഇസ് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഓസ്മോസിസ്, പിന്നെ അതേപോലെ എന്താണ് ഡൊണൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയം, സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണത്. ആൻഡ് ഡയാലിസിസ്, ഡിഫ്യൂഷൻ ആൻഡ് പാർട്ടിഷൻ കോഎഫിഷ്യന്റ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ബയോ മെംബ്രെയിൻസ്, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ പോലത്തുള്ള സ്ട്രക്ചേഴ്സിന്റെ കെമിസ്ട്രി, അവരുടെ സ്ട്രക്ചർ, അതേപോലെ അവരുടെ ട്രാൻസ്പോർട്ട് അക്രോസ് ദ ബയോ മെംബ്രെയിൻസ്, അതും ഒരു ഇൻട്രോ പോർഷൻ ആയിട്ട്, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം ബയോ കെമിസ്ട്രിയുടെ ഒരു ഇൻട്രോ പോർഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. സോ അതിനെ പറ്റി ഒരു സിമ്പിൾ ഐഡിയ നിങ്ങൾക്ക് വേണം. ദെൻ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇൻസ്ട്രുമെന്റോളജി ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെത്തഡോളജിയിലേക്കാണ് പോകുന്നത്. സോ നിങ്ങളുടെ സിലബസിലെ ഇൻസ്ട്രുമെന്റ് ആൻഡ് മെത്തഡോളജി എന്ന് പറയുന്ന പോർഷനിൽ കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള അറിവ് വേണം. ദാറ്റ് ഈസ് എല്ലാം ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലൂടെ വരുന്നത്. ദാറ്റ് ഈസ് ഫോട്ടോമെട്രി, സ്പെക്ട്രോമെട്രി, ഫ്ലൂറോമെട്രി, ഫ്ലെയിം ഫോട്ടോമെട്രി. ഈ ഇതിൽ കൂടുതലും നിങ്ങൾ ലൈക്ക് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സ്പെക്ട്രോമെട്രിനെ കുറിച്ചാണ്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നതാണ്. സോ ഇതെന്ന് പറയുമ്പോൾ ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ സ്പെക്ട്രോസ്കോപ്പി, ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ്, മാസ് സ്പെക്ട്രോഗ്രഫി, ഈ പോർഷൻസ് ഒക്കെ നിങ്ങൾ PG ലെവലിൽ പഠിച്ചതാണ്. സോ ആ പോർഷൻസ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം, ബിക്കോസ് ഡീപ്പർ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, വിറ്റാമിൻസ്, മിനറൽസ് ഇതെല്ലാം കൂടിയിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, ഇതും ഒരു നോർമൽ ടോപ്പിക്സ് ആണ്. ദെൻ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ കലോറിഫിക് വാല്യൂ ഓഫ് ഫുഡ്, DMR, റെസ്പിറേറ്ററി കോഷൻ, ഗ്ലൈക്കമിക് ഇൻഡെക്സ്, ഇതൊക്കെ PG ലെവലിൽ നമ്മൾ പഠിച്ച പോർഷൻസ് ആണ്. ഇതും കുറച്ചുകൂടെ എൻഹാൻസ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഡിസോസിയേഷൻ കർവ്, അതേപോലെ ബോർ എഫക്ട്, ക്ലോറൈഡ് ഷിഫ്റ്റ്, ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ, ഈ പോർഷൻസും ക്ലിയർ ആയിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ, so that is about the respiration. Okay, then detoxification, as we use drugs use ചെയ്യുന്ന സമയത്തും എന്താണ് അതിന്റെ 2 ഫേസസ് പഠിക്കാണ്ട്, phase 1 and phase 2. സോ മെറ്റബോളിസം ഓഫ് ദ ഡ്രഗ്സ്, അതിനെയാണ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് സൈറ്റോക്രോം P450 എന്ന് പറയുന്ന എൻസൈം ERലും പിന്നെ അതേപോലെ തന്നെ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടുള്ള സബ് ടൈപ്സിന്റെ റോളും നമ്മൾ പഠിച്ചിരിക്കണം. സോ അതും ആ ഒരു പോർഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. ഓക്കെ, ദെൻ മെറ്റബോളിസം ആൻഡ് ഇൻബോൺ എറേഴ്സ് ഇൻ മെറ്റബോളിസം. ഓക്കെ, അത് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, ഹീം, വിറ്റാമിൻസ് ഇതെല്ലാം കൂടി വരുന്ന ഇൻബോൺ ആയിട്ടുള്ള എറേഴ്സ് ഒക്കെ നമ്മൾ ഏതാണെന്ന് നോക്കണം. ഓക്കെ, ദെൻ ഹോർമോൺസ്, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹോർമോൺസ്. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അതിന്റെ സെക്രീഷൻസ്, പിന്നെ അതേപോലെ തന്നെ മെറ്റബോളിസം, പിന്നെ ആ ഒരു ഹോർമോൺസ് റിലേറ്റഡ് വിത്ത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ്, എഡ്രിനൽ, ഗൊണാഡോട്രോഫിക്, അതായത് ഗൊണാഡൽ ഹോർമോൺസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ റെഗുലേഷൻസ് പഠിക്കാനുണ്ട്, സെക്രീഷൻസ് പഠിക്കാനുണ്ട്, അതിന്റെ കെമിസ്ട്രി ആൻഡ് ക്ലാസിഫിക്കേഷൻസ് നോക്കാനുള്ളത്. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗമാണ്, ബിക്കോസ് ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ആസ് യു ഓൾ ഗൈസ് നോ, എല്ലാവർക്കും അറിയാലോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ മൈറ്റോകോൺഡ്രിയയിലുള്ളത്. സോ ആ ഒരു പോർഷൻ എന്തായാലും ബയോകെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ അതിന്റെ കോംപ്ലക്സുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. കോംപ്ലക്സ് 1, 2, 3, 4, 5 അതിന്റെ ഡിഫറെന്റ് കോംപ്ലക്സുകൾ ETCയിൽ നോക്കേണ്ടതാണ്. പിന്നെ അതേപോലെ മൈറ്റോകോൺഡ്രിയൽ ഷട്ടിൽ സിസ്റ്റംസ്, അത് നമ്മൾ പഠിക്കുന്നതാണ് ബയോകെമിസ്ട്രിയിൽ. സോ ആ ഒരു പോർഷൻസ് നമ്മൾ നോക്കണം. അതും പ്രീവിയസ് ഇയറിൽ കുറച്ചുകൂടി ചോദിച്ചു വന്നിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ദെൻ എൻസൈംസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബയോകെമിസ്ട്രിയിലും ഇങ്ങനത്തെ എക്സാംസിനൊക്കെ എൻസൈമോളജി ഇസ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പം എൻസൈംസിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ദാറ്റ് ഇസ് എൻസൈംസ് ക്ലാസിഫൈ ചെയ്തതും അതിന്റെ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് എൻസൈംസ്, എൻസൈം കൈനറ്റിക്സ്, അതിന്റെ ഗ്രാഫുകളും ജസ്റ്റ് നോക്കിയിരിക്കേണ്ടതാണ്. ദെൻ എൻസൈം ഇമ്മൊബിലൈസേഷൻ, യൂസസ് ഓഫ് എൻസൈം, ഇൻഡസ്ട്രിയൽ ടെക്നോളജി, ഐസോ എൻസൈംസ്, ഇതൊക്കെ നോക്കേണ്ട ഒരു പോർഷൻസ് ആണ്. ദെൻ ഫങ്ഷണൽ ടെസ്റ്റ്, ഇത് MLT ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മീൻസ് ഒരു സിലബസ് ആണത്. ലിവർ, റീനൽ, പാൻക്രിയാസ്, തൈറോയിഡ്, ഗ്യാസ്ട്രിക്, ഫീറ്റോപ്ലാസെന്റൽ, ഗൊണാഡൽ ആൻഡ് മാൽ അബ്സോർപ്ഷൻ സ്റ്റഡീസ്, ഇതെല്ലാം MLT ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷണൽ ടെസ്റ്റുകളാണ്. സോ അതും നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു പോർഷൻ ആണ്.
സോ ദെൻ ബഫർ സിസ്റ്റംസ് ആണ്. ബഫർ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം pH റെഗുലേറ്റിംഗ് ആണ്. സോ ആസിഡ് ബേസ് റെഗുലേഷൻ, അതേപോലെ തന്നെ ബഫർ സൊല്യൂഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ഇതും ബഫർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതും ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ഗ്ലാസ് വെയർസ് എന്ന് പറയുമ്പോൾ MLT ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ വൈസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണിത്. സോ ഇതിലും എന്ന് പറയുന്ന ബ്ലഡ് ഫ്ലൂയിഡ് അനാലിസിസ്, റീനൽ ആൻഡ് ബൈലറി കാൽക്കുലൈ, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ആൻഡ് ക്വാളിറ്റി ചെക്കിങ്സ്, ഇതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കുറച്ചുകൂടി ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ മോഡലിൽ ലൈക്ക് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പോലെ വരുന്നതാണ്. ദാറ്റ് ഇസ് മോളാർ, മൊളാരിറ്റി, ഓസ്മോളാരിറ്റി, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് വരുന്നതാണ് ദാറ്റ് ഇസ് QC, ദാറ്റ് ഇസ് ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ആൻഡ് QC ചാർട്ട്സ് ആൻഡ് QC സാമ്പിൾസും നമുക്ക് നോക്കി വെക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾ PG ലെവലിൽ പഠിച്ച പോർഷൻസ് ആണ്. സോ അതൊന്ന് ഡീപ്പർ ആയിട്ട് നോക്കിയാൽ മാത്രം മതി. ദെൻ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഓക്കെ, സോ അതും നോക്കേണ്ടതാണ്. ആൻഡ് ദെൻ ഇമ്മ്യൂണോളജി പോർഷൻസും കൂടിയിട്ട് ഈ ബയോകെമിസ്ട്രിയിൽ വരുന്നുണ്ട്. സോ അത് നമ്മൾ ഇമ്മ്യൂണോളജി ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് ആന്റിജൻ ആന്റിബോഡി എന്താണ്, മോണോക്ലോണൽ ആന്റിബോഡീസ് ഏതാണ്, പോളിക്ലോണൽ ആന്റിബോഡീസ് എന്താണ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, കോംപ്ലിമെന്റ് സിസ്റ്റം, CD1, CD2, CD3 വെച്ചിട്ടുള്ള കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേഷൻ, അതും നോക്കേണ്ടതാണ്. ദെൻ MHSC മോളിക്യൂൾ, ഇമ്മ്യൂണോളജിയിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളാണ്. ക്ലാസ് 1 MHSC, ക്ലാസ് 2 MHSC, അവരെ പറ്റി ഡീറ്റെയിൽ ഐഡിയ വേണം. ആൻഡ് ദെൻ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഹ്യൂമോറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ദെൻ അതേപോലെ വാക്സിനേഷൻ, അതിനെ പറ്റിയിട്ടും ഒരു വാസ്റ്റ് ഐഡിയ വേണം. ഓക്കെ, ദെൻ ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ്, നമുക്ക് ഈ ഒരു ടെക്നിക്സ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് എലിസ ടെക്നിക്സ് ഒക്കെ കൂടുതലായിട്ടും എക്സാംസിന് ചോദിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എലിസ, PCR, DNA ഫിംഗർ പ്രിന്റിംഗ്, അതൊക്കെ വരുന്ന ഒരു ഏരിയാസ് ആണ്. സോ അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ, ദെൻ കോംപ്ലിമെന്റ് ഫിക്സേഷൻ, എലിസ, RIA, അങ്ങനത്തെ എല്ലാ ടെക്നിക്സും പറ്റിയിട്ടും ഉള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഐഡിയാസും കൂടി വേണം. ഓക്കെ, ദെൻ മോളിക്കുലർ ബയോളജി ഇസ് ഡിഫറെന്റ് ആണെന്ന് അറിയാം. സോ സെൽ സൈക്കിൾ എന്താണ്, DNA റെപ്ലിക്കേഷൻ എന്താണ്, DNA റിപ്പയർ എന്താണ്, ഓക്കെ, ദെൻ അതേപോലെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസ്സിംഗ്, പ്രോട്ടീൻ സിന്തസിസ് എന്താണ്, ഇതിനെ പറ്റിയിട്ടും ഒരു ഐഡിയ വേണം. സോ ഇതൊക്കെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു സെക്ഷൻസ് ആണ്. നിങ്ങൾ PG പഠിച്ച അതേ ലെവലിലുള്ള സിലബസ് ആണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ, പ്രോട്ടീൻ ടാർജറ്റിംഗ്, അത് മൈറ്റോകോൺഡ്രിയൽ, അങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള പ്രോട്ടീൻ ടാർജറ്റിംഗും നോക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ഓപ്പറോൺസ്, ലാക്ക് ഓപ്പറോൺ പോലത്തെ ഓപ്പറോൺസും നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, ക്രോമസോംസ്, ജീൻ ആംപ്ലിഫിക്കേഷൻസ് ആൻഡ് റീകോമ്പിനേഷൻ ടെക്നോളജീസ്, എൻഹാൻസേഴ്സ്, സൈലൻസേഴ്സ്, മ്യൂട്ടേഷൻ, ആ കോൺസെപ്റ്റ്സും കൂടി ഈ ഒരു സിലബസിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ് അടുത്തത് ചോദിക്കുന്നത്. സോ അതിൽ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, RNA ലിഗേസ്, DNA ലിഗേസ്, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്ലോണിംഗ് വെക്ടേഴ്സ്, ജീൻ ലൈബ്രറി എന്താണ്, ഹൈബ്രിഡൈസേഷൻസ് എന്താണ്, DNA ഫിംഗർ പ്രിന്റിംഗ്, DNA സീക്വൻസിങ്, DNA പ്രോബ്സ്, ഹൈബ്രിഡോമ ടെക്നോളജി, ഓക്കെ, PCR എന്താണ്, പ്രീനാറ്റൽ ഡയഗ്നോസിസ്, ഇതെല്ലാം ആണ് നമുക്ക് മേജർലി കൂടുതലും ഫോക്കസ് ചെയ്യാനുള്ള ഏരിയ. സോ ബയോകെമിസ്ട്രിയിൽ ഓൾ ടുഗെദർ മേജർലി നോക്കേണ്ടത് ഈ ഒരു ലൈക്ക് റീകോമ്പിനന്റ് DNA ടെക്നോളജി, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ ഒരു മോളിക്കുലർ ബയോളജി, ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ബയോകെമിസ്ട്രിയിൽ വരുന്ന പോർഷൻസ്. ആൻഡ് വെൻ വി മൂവ് ഇൻ ടു ജനറൽ മൈക്രോബയോളജിയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഇൻട്രോ പോർഷൻ ആണിത്. ദാറ്റ് ഇസ് അവരുടെ ഹിസ്റ്ററി, മൈക്രോബയോളജി ഹിസ്റ്ററി, സ്കോപ്സ് ഓഫ് മൈക്രോബയോളജി, ഡിസ്ഇൻഫെക്റ്റൻസിനെ കുറിച്ച്, സ്റ്റെറിലൈസേഷനെ കുറിച്ച്, ഇതൊക്കെ നമുക്കൊരു ജനറൽ ഐഡിയ നോർമലി ഉള്ളതാണ് അല്ലെ. സ്റ്റെയിനിങ് മെത്തേഡ്സ്, പിന്നെ അതേപോലെ തന്നെ ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, പാരസൈറ്റ്സ്, ബാക്ടീരിയൽ മെറ്റബോളിസം എന്താണ്, അത് തന്നെ കുറെ ഗ്രോത്ത് കർവ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഗ്രാഫ് ആയിട്ട്. സോ ആ പോർഷൻസും നോക്കേണ്ടതാണ്. ആൻഡ് കൾച്ചർ മീഡിയ, കൾട്ടിവേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ്, അതൊക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇതെല്ലാം നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ പോർഷൻസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇമ്മ്യൂണോളജിയിൽ നിങ്ങൾക്ക് മേജർലി ബാക്ടീരിയോളജി പഠിക്കാനുണ്ട്, പാരസിറ്റോളജി പഠിക്കാനുണ്ട്, ദെൻ മൈക്കോളജി പഠിക്കാനുണ്ട്, ആൻഡ് ദെൻ ഫൈനലി വൈറോളജി. ഈ 4 പോർഷൻസ് ആണ് മൈക്രോബയോളജിയിൽ മേജർലി നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഓക്കെ, ബാക്ടീരിയോളജിയിൽ വരുമ്പോൾ ബാക്ടീരിയയുടെ ഇമ്പോർട്ടൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ഇതിൽ തന്നെ പഠിക്കാനുണ്ട്. സോ അതിനെ പറ്റി നോക്കണം. പിന്നെ അതിന്റെ എപ്പിഡമോളജി, ഹൗ ഡു ദേ കോസസ് ഡിസീസസ് നോക്കണം. ദെൻ ക്ലിനിക്കൽ സ്പെസിമെൻസ് ആൻഡ് സൂനോട്ടിക് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്, ദെൻ ഹൗ ബാക്ടീരിയ ഗെറ്റ്സ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് മെക്കാനിസം, ആ മെക്കാനിസംസും കൂടി നോക്കേണ്ടതാണ്. ഓക്കെ, ദെൻ കൂടുതലും ചോദിച്ചു വന്നിട്ടുള്ള ഏരിയ ഈ മൈക്രോബയോളജിയിൽ ഈ സീറോളജിക്കൽ ടെസ്റ്റ് ഓഫ് ഡയഗ്നോസിംഗ് ബാക്ടീരിയൽ, വൈറൽ ആൻഡ് ഫംഗൽ ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ആണ്. ഇതിനെ സീറോളജിക്കൽ ടെസ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു പോർഷനും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്.
ഓക്കെ, ദെൻ പാരസെറ്റോളജി മീഡിയേറ്റ് ചെയ്തിട്ടുള്ള മൈക്രോബയോളജിയിൽ നോക്കുകയാണെങ്കിൽ പാരസൈറ്റ്സ് ഏതൊക്കെയാണ്, അവരുടെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അവരുടെ ഹാബിറ്റാറ്റ്സ് ഏതൊക്കെയാണ്, അവരുടെ മോർഫോളജി ഏതൊക്കെയാണ്, ആൻഡ് അതേപോലെ തന്നെ പാരസൈറ്റ്സ് ആയിട്ട് മേജർലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്തസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അതും നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടതാണ്. ആൻഡ് അതേപോലെ തന്നെ എക്സാമിനിങ് ദ ക്ലിനിക്കൽ സ്പെസിമെൻസ് ഓഫ് പാരസൈറ്റ്സ് അതിനെ പറ്റിയിട്ടും, പിന്നെ അതേപോലെ ബ്ലഡ് ആൻഡ് ടിഷ്യൂ പാരസൈറ്റ് കളക്ഷൻസ് അതിനെ പറ്റിയിട്ടും. ഓക്കെ, സോ ഓവറോൾ ആ പാരസെറ്റോളജിനെ പറ്റിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തൊട്ട് ലൈക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കവർ അപ്പ് ചെയ്യുന്നുണ്ട്. Okay, so that is about the parasitology. Then mycology, ഫംഗസിനെ ബേസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ് മൈക്കോളജി. സോ അതിൽ നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ അത് സെയിം ആസ് പാരസെറ്റോളജി നമ്മൾ പറഞ്ഞ പോലെ ഇതിലും അതിന്റെ ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ എവിടെയാണ് കാണുന്നത്, ദ സ്ട്രക്ചർ, മോർഫോളജി, ദെൻ പിന്നെ എപ്പിഡമോളജി, ഹൗ ഡു ദേ കോസസ് ദ ഡിസീസസ്, ആ ഏരിയാസും നോക്കേണ്ടതാണ്. ദെൻ ഫംഗൽ കൾച്ചർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ദെൻ സ്റ്റെയിൻസ് ഇൻ മൈക്കോളജി, ഫംഗസ് സ്റ്റെയിൻസ് ഏതൊക്കെയാണ്, ദെൻ അതേപോലെ തന്നെ ഫംഗൽ ആന്റിജൻ, പ്രിപ്പറേഷൻ ഓഫ് ഫംഗൽ ആന്റിജൻ, ദെൻ സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്, ഇതൊക്കെ നോർമലി ചോദിച്ചു വന്നിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ദെൻ മൈക്കോസിസ്, മൈക്കോടോക്സിൻസ് ഏതെല്ലാണ്, അലർജിക് ഫംഗൽ ഡിസീസസ് ഏതെല്ലാണ്, ആനിമൽ മൂഡ്സ് ഇൻ മൈക്കോളജി. സോ ഈ മൈക്കോസിസ് എന്ന് പറയുന്ന ആ പോർഷൻസും മുന്നേയും എന്താണ് എക്സാംസിന് കൂടുതൽ ചോദിച്ചു വന്നിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, സോ മൈക്കോളജി എന്ന പോർഷനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ വൈറോളജി ആണ് അടുത്ത നോക്കാനുള്ളത്. വൈറോളജിയിൽ വരുമ്പോഴും സെയിം ആസ് ദാറ്റ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറോളജിയിൽ പാത്തോജെനിസിസ് ഏതൊക്കെയാണ്, ദെൻ അതിന്റെ എപ്പിഡോമോളജി എന്താണ്, ദെൻ എമർജൻസ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻസ്, ഓക്കെ, റീ എമർജൻസ് എങ്ങനെയാണ് അത് പിന്നെയും വരുന്നത്, ഓക്കെ, ദെൻ അതേപോലെ നോസോകോമിക്കൽ ഇൻഫെക്ഷൻസ്, ഓക്കെ, ദെൻ അതേപോലെ തന്നെ എപ്പിഡോമോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് കൺട്രോളിങ് ഇൻഫെക്ഷൻസ്, വൈറസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഓക്കെ, ദെൻ ലൈക്ക് റീ എമർജൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പല പല വൈറൽ ഡിസീസസ് ഒക്കെ റീ എമേർജ് ചെയ്യുന്ന രീതി. സോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഐഡിയ വേണം. ഓക്കെ, then role of microbiological lab infection control in hospital and emergence of infectious disease, public health. So ഈ ഒരു ആസ്പെക്ട്സിനെ കുറിച്ചും ഒരു ഓവറോൾ ഐഡിയ വേണം. ഓക്കെ, പിന്നെ അതേപോലെ മൈക്രോബിയൽ അനാലിസിസ് ഇൻ വാട്ടർ, എയർ, മിൽക്ക്, ഫുഡ്, അതിന്റെ ആ ഒരു രീതിയിൽ ഉണ്ടാകുന്ന ഡയഗ്നോസിസ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്. ഈ കൊളൈനൊക്കെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള കുറെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് അറിയുന്നതാണ്. സോ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഐഡിയ വേണം. ആൻഡ് ഓൾസോ ദ മോളിക്കുലർ ഡയഗ്നോസിസ് ടെക്നിക്സ് ഓൺ ദ മെഡിക്കൽ മൈക്രോബയോളജി. സോ PCR ഇസ് ദ മേജർ മോഡിഫിക്കേഷൻ, അതിന്റെ PCRും അതിന്റെ മോഡിഫിക്കേഷൻസും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ദ റീകോമ്പിനന്റ് DNA ടെക്നോളജി എങ്ങനെയാണ് ഈ മൈക്രോബയോളജിക്കലി ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിനെ കുറിച്ചും ഒരു ഓവറോൾ ഐഡിയ വേണം. ഓക്കെ, then care and management of laboratory animalsനെ കുറിച്ചിട്ടുള്ള ഒരു ലൈക്ക് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ബ്രീഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ദെൻ കില്ലിംഗ് ഓഫ് ആനിമൽസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ആനിമൽ ഇനോക്കുലേഷൻ, അങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചും ഉള്ള ഒരു ഡീറ്റെയിൽഡ് ഐഡിയ വേണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൾ അബൌട്ട് ദ മൈക്രോബയോളജി പോർഷനിൽ മേജർലി നിങ്ങൾ നോക്കേണ്ടത് പാരസെറ്റോളജി എന്താണ്, വൈറോളജി എന്താണ്, മൈക്രോബയോളജി ലൈക്ക് അതൊക്കെയാണ് മേജർലി ഫോക്കസ് ചെയ്യേണ്ട ഏരിയസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ടോപ്പിക് നിങ്ങൾക്ക് നോക്കാനുള്ളത് പാത്തോളജിയാണ്. സോ പാത്തോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിലൊരു ഇമ്മ്യൂണോളജി മിക്സ് ആണ് വരുന്നത് പാത്തോളജിയിൽ. സോ ഇതിൽ നോക്കേണ്ടത് പാത്തോളജി ലൈക്ക് ബ്ലഡ് ഹെമറ്റോപോയറ്റിക് പാത്തോളജി നോക്കാനുണ്ട്, ടിഷ്യൂ പാത്തോളജി നോക്കാനുണ്ട്, ട്യൂമർ പാത്തോളജി നോക്കാനുണ്ട്, ആൻഡ് ദെൻ ഫൈനലി സൈറ്റോ പാത്തോളജി നോക്കാനുണ്ട്. ഇതാണ് മേജർലി സിലബസിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിലും നിന്നും ഭയങ്കര ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാറുള്ളത്. സോ ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നതും എനീമിയ, ലുക്കീമിയ, ഓക്കെ, സോ അതൊക്കെ നമ്മൾ അറിയാം ബ്ലഡ് ഫോർമേഷന്റെ ടെക്നിക്സ് ആണ്. ഓക്കെ, സോ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലാബ് ഡയഗ്നോസിസ്. സോ ദെൻ ഇൻവിട്രോ ആൻഡ് ഇൻവിവോ ആന്റികോയാഗുലൻസ്, ബ്ലഡ് ആകുമ്പോൾ തന്നെ അറിയാം ആന്റികോയാഗുലൻസ് ആൻഡ് കോയാഗുലേറ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ദെൻ ത്രോംബോപോയറ്റിക് ടെൻഡൻസീസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ, പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയാസ് ആണ്. സോ ഇതിൽ നിന്നും ഡീപ്പർ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളതാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫിക്സേറ്റീവ്സ് ആണ്. സോ ഫിക്സേറ്റീവ്സ് ആൻഡ് ഡീകാൽസിഫിക്കേഷൻസ്, പിന്നെ അതേപോലെ തന്നെ ലബോറട്ടറിയിലെ സ്പെഷ്യൽ ടേംസ് ഉപയോഗിക്കാറുണ്ട്. ഹിസ്റ്റോപാത്തോളജി, ദാറ്റ് ഇസ് ഇത് മേജർലി ഫോക്കസ് ചെയ്യുന്നത് ടിഷ്യൂ പാത്തോളജിനെ ബേസ് ചെയ്തിട്ടാണ്. ഹിസ്റ്റോപാത്തോളജി ഇൻ ലബോറട്ടറി ആൻഡ് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലർ മാർക്കേഴ്സ് that is been used in tumor pathology യിൽ വരുന്ന ഏരിയാസ് ആണ്. ഓക്കെ, ടിഷ്യൂ പ്രോസസിംഗ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഹിസ്റ്റോപാത്തോളജിയിൽ രീതിയിൽ നിങ്ങൾ നോക്കേണ്ടതാണ്.
ഓക്കെ, ദെൻ ക്രോമസോം ഓർഗനൈസേഷൻ ആൻഡ് റിലേറ്റീവ് ഡിസീസസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രോമസോം ഓർഗനൈസേഷൻസ് അറിയാം നിങ്ങൾക്ക്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാന്ന് നോക്കണം. കാരിയോ ടൈപ്പിംഗ് നോക്കണം. ബോൺ മാരോ പ്രിപ്പറേഷൻസ്, ദാറ്റ് ഇസ് അവരുടെ കൾച്ചർ ടെക്നിക്സ് ഒക്കെ പ്രത്യേകിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, ആൻഡ് സെക്സ് ക്രോമാറ്റിൻ ഡിറ്റർമിനേഷൻ, എങ്ങനെയാണ് സെക്സ് ക്രോമാറ്റിൻ ഡിറ്റർമിനേഷൻസ് ഒക്കെ നടത്തുന്നത്, ബാൻഡിങ് ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് മേജർലി നിങ്ങൾ PG ലെവലിൽ പഠിച്ച പോർഷൻസ് തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, ദെൻ സൈറ്റോളജി, പാത്തോളജിയിൽ വരുന്ന ഒരു പോർഷൻ ആണ് സൈറ്റോളജി ഓഫ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അതേപോലെ റെസ്പിറേറ്ററി ട്രാക്ട് നോക്കാനുണ്ട്. പിന്നെ അതേപോലെ സൈറ്റോളജി ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് നോക്കാനുണ്ട്. ആൻഡ് ദെൻ ലൈക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പെഷ്യൽ സ്റ്റെയിൻസ് ദാറ്റ് ഇസ് ബീൻ യൂസ്ഡ് ഇൻ ദിസ് സൈറ്റോളജി, അതുകൂടി നോക്കാനുണ്ട്. ഓക്കെ, സോ ഫൈൻ നീഡിൽ FNEC എന്ന് പറയുന്ന ഫൈൻ നീഡിൽ ആസ്പെക്ടോളജിയാണ്. സോ ആ ഒരു സ്ഥലം കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആന്റിജൻസും വരുന്നത് പാത്തോളജിയിലാണ്. ഓക്കെ, ദെൻ അതിൽ തന്നെ സ്ക്രീനിങ് ഓഫ് ഡോണേഴ്സ്, ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ICT DCT എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് ആന്റിബോഡീസ് ദാറ്റ് ഇസ് സീൻ ഇൻ ദ സെറം, ആൻഡ് DCT ദാറ്റ് ഇസ് ഇൻ ദ ആന്റിബോഡീസ് ദാറ്റ് ഇസ് നോർമലി സീൻ ഇൻ ദ RBCs. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്ലഡ് കളക്ഷൻസ്, പ്രിസർവേഷൻ, ബ്ലഡ് സ്റ്റോറേജ് എങ്ങനെയാണ്, ബ്ലഡ് കോമ്പോണന്റ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്ന് പറ്റിയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. സോ ആ ഒരു ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സെക്ടറിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ HLA ടൈപ്പിംഗ്, ദാറ്റ് ഇസ് ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ ടൈപ്പിക്സ്. ഓക്കെ, സോ അതും അതിന്റെ ക്രോസ് മാച്ചിങ്ങും അത് ബന്ധപ്പെട്ടിട്ടുള്ള MHSC മോളിക്യൂൾസ്, MHSC ആന്റിജൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ട്രാൻസ്പ്ലാന്റേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്. ആൻഡ് അതേപോലെ നമുക്ക് കുറച്ച് ടെക്നിക്സ് അതിൽ നോക്കാനുണ്ട്, ദാറ്റ് ഇസ് FISH ഫിഷ് ടെക്നോളജി, അതേപോലെ ഫ്ലോ സൈറ്റോമെട്രി ആൻഡ് ഇമ്മ്യൂണോ ഫീനോടൈപ്പിംഗ്. ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്സും ഈ ഒരു പാത്തോളജി പ്രോസസ്സിൽ നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ബേസിക്കലി MHSC ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും ട്യൂമർ മാർക്കേഴ്സും, പിന്നെ അതേപോലെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഹെമറ്റോളജി എന്ന പോർഷൻസും, പിന്നെ അതേപോലെ ക്ലിനിക്കൽ പാത്തോളജി, ബ്ലഡ് ബാങ്ക് എന്നീ പോർഷൻസും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, ദെൻ യൂറിൻ അനാലിസിസ്, സ്റ്റൂൾ, സെമൻ അനാലിസിസ്, സെപ്റ്റം, സ്പ്യൂട്ടം ആൻഡ് ബ്ലഡ് ഫ്ലൂയിഡ്സ്, പിന്നെ പ്രഗ്നൻസി ടെസ്റ്റിംഗ്, അതൊക്കെ ലൈക് പാത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൽ നോക്കേണ്ടതാണ്. സോ ഇത്രയുമാണ് പാത്തോളജിയിൽ മേജർലി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇത്രയുമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ സിലബസിൽ വരുന്നത്. സോ ഇതിലും കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് നല്ല ഡീപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഓവറോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് പാർട്ട് 4 ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആണ് അറിയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.